ഇന്ന് ഞാനിത് ആ റേഷൻ കടയിൽ പോയപ്പോൾ ഗോതമ്പാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഗോതമ്പ് നന്നായി കഴുകി വെടുപ്പാക്കി ഒരു 5-6 പ്രാവശ്യമൊക്കെ വൃത്തിയായി കഴുകി കഴിഞ്ഞാൽ അതിലെ ചെളിയും മണ്ണും ഒക്കെ പോകും കേട്ടോ. അതിനുശേഷം ഞാനിതാ നല്ല വെള്ളമൊക്കെ ഊറ്റിയതിന് ശേഷം പെരയുടെ മണ്ടയിൽ കൊണ്ടുപോയി ഉണക്കാൻ ഇടാൻ പോവുകയാണ് കേട്ടോ. അതിനുശേഷം നന്നായി ചേറിയതിന് ശേഷം നമ്മളിതേ പൊടിക്കാൻ കൊടുക്കും, മില്ലിൽ പോയി പൊടിച്ചു വരികയാണ് കേട്ടോ പതിവ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടെങ്കിലും നമ്മുടെ എന്നത്തെയും താരം റേഷൻ കടയിലെ ഗോതമ്പാണ് കേട്ടോ. ഇത് കഴുകി ഉണക്കി വൃത്തിയാക്കി പൊടിച്ചു കഴിഞ്ഞാൽ അടിപൊളി ഗോതമ്പാണ്. ഏത് ബ്രാൻഡ് ആണെങ്കിലും മാറി നിൽക്കണം കേട്ടോ. അങ്ങനെ ഞാനിത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല വെയിലുള്ളത് കൊണ്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പൊടിയായിരുന്നു. അപ്പോൾ ഞാനിതാ ഇന്ന് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എണ്ണ ഇല്ലാണ്ടാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാനിത് ചപ്പാത്തി ഉണ്ടാക്കി, മഷ്റൂം കറി ഉണ്ടായിരുന്നു, അതും കൂട്ടി കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി നമ്മളിതുപോലെ വീട്ടിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ എല്ലാവരും ശ്രമിക്കുക. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് ആരും വെറുതെ കളയാതെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ.